Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. Calicut University MCOM third semester exams. Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ അവസാനത്തെ എക്സാമാണ് ഇന്ന് ഫിനിഷ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്, ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം റേഞ്ച് കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ മെജോറിറ്റി അവിടെ വന്നിട്ടുണ്ട്. സോ കുട്ടികൾ ഒരു പരിധി വരെ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. സോ അതിലാദ്യത്തെ പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്പർ 1, വാട്ട് ഈസ് ഡിവേഴ്സിഫൈബിൾ റിസ്ക്? റിസ്ക് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഞാൻ നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. 2 വെയിറ്റേജിൻ്റെ അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം അത് വന്നിട്ടുണ്ട്. ഹെഡ്ജിങ് സ്ട്രാറ്റജി നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ഹെഡ്ജിങ്, ആർബിട്രേജ്, ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം വരുന്ന ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ദെൻ വാട്ട് ഈസ് RSI ഇൻ ടെക്നിക്കൽ അനാലിസിസ്? ടെക്നിക്കൽ അനാലിസിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ, ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ SML. എക്സ്പ്ലെയിൻ SML എന്തായാലും നോക്കാൻ പറഞ്ഞാണ്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, മാറി മാറി വരുന്നൊരു ചോദ്യം എന്നുള്ളത് വന്നിട്ടുണ്ട്. ദെൻ മെൻ്റൽ അക്കൗണ്ടിങ് എന്താണ്? ദെൻ ഫോർമുല പ്ലാൻസ് എന്താണ്? അപ്പോൾ ഒരു 4 കിട്ടാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഡിവേഴ്സിഫൈബിൾ റിസ്ക് എഴുതാം, ഹെഡ്ജിങ് എഴുതാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ എഴുതാം, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എഴുതാം. ഇതൊക്കെ ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞ ചോദ്യങ്ങളാണ്. സോ കുട്ടികൾ ഹാപ്പിയാണ്. ഇനി പാർട്ട് ബിയിലോട്ട് പോണ സമയത്ത് നമ്പർ 1, എലിവിയേറ്റ് വേവ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ആക്ഷൻ ഈസ് ഫോളോഡ് ബൈ റിയാക്ഷൻ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 നിന്നാണ്. കുഴപ്പമില്ലാത്തൊരു ചോദ്യം തന്നെയാണത്. ദെൻ ബട്ട് ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്. ഞാൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോയിലൊക്കെ നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറി ക്വസ്റ്റ്യൻ, അതും ഞാൻ പഠിക്കാൻ പറഞ്ഞതാണ്. ഹൗ മെനി പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി എസ്റ്റിമേറ്റഡ് ടു അനലൈസ് ദി റിസ്ക് റിട്ടേൺ പോർട്ട്ഫോളിയോ ഓഫ് എ 50 സ്റ്റോക്ക് പോർട്ട്ഫോളിയോ യൂസിങ് ഒറിജിനൽ മാർക്കോവിറ്റ്സ്, അതുപോലെ തന്നെ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഷാർപ്പിൻ്റെ. ഞാനിത് 2 മോഡലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് വന്നിട്ടുണ്ട്. ഇനി പ്രോബ്ലംസ് ആണ്. കംഫർട്ടബിൾ ആയുള്ള പ്രോബ്ലംസ് നമുക്കുണ്ട് കേട്ടോ. ഒരെണ്ണം ആദ്യത്തെ 11ാമത്തെ പ്രോബ്ലം, എ കമ്പനി പെയ്ഡ് ഡിവിഡൻഡ് 0.75 per share during the last year. The company is expected to pay ₹2 per share during the next year. നെക്സ്റ്റ് ഇയേഴ്സിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, വുഡ് യു ബൈ ഓർ സെൽ, അങ്ങനത്തെ ഒരു ചോദ്യമാണ്. ആ ഒരു പ്രോബ്ലത്തിനേക്കാൾ ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉള്ളതുകൊണ്ട് തന്നെ മെജോറിറ്റി കുട്ടികൾ ആ ചോദ്യങ്ങളാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 വളരെ ഈസി ചോദ്യം, ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. എക്സ്പെക്ട് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈസി, 3 വെയിറ്റേജ് ഫുൾ അടിക്കാം. കമ്പനി എയും ബിയും അതെല്ലാവരും ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ പ്രോബ്ലം, ആൻ ഇൻവെസ്റ്റർ ഓൺസ് ദി ഷെയർ ഓഫ് എ കമ്പനി ഹൂസ് കറൻറ്റ് ക്യാഷ് ഡിവിഡൻഡ് ₹3, കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ദി ഷെയർ ഓഫ് ദിസ് കമ്പനി? കുഴപ്പമില്ലാത്തതാണ്. ദെൻ ഫേസ് വാല്യൂ ഓഫ് എ ബോണ്ട് ₹100 വിത്ത് എ കൂപ്പൺ റേറ്റ് 9%, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ₹1.90. വാട്ട് ഈസ് ദി കറൻറ്റ് ഇയർ? ബോണ്ടിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് തിയറിയും എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു മീഡിയം റേഞ്ചാണ് പാർട്ട് ബി നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രോബ്ലം 2 പ്രോബ്ലം. ശരിക്കും ഈ ബോണ്ടിൽ നിന്ന് നമുക്ക് YTM അതുപോലെ തന്നെ YTC ഇതൊക്കെ നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് പ്രോബ്ലം വരാറുള്ളതാണ്. അത് നമുക്ക് ഇപ്രാവശ്യം എസ്സേയിൽ കിട്ടും.
പോർട്ട്ഫോളിയോ റിസ്ക് എല്ലാ പ്രാവശ്യം എസ് ചോദിക്കുന്നതാണ്, അത് വന്നില്ല. ഇതാണ് ഈ ഒരു പേപ്പറിലെ മെയിൻ മാറ്റം. പോർട്ട്ഫോളിയോ റിസ്ക്കും പോർട്ട്ഫോളിയോ റിട്ടേൺ കാണാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് എസ് ആയിട്ട് എപ്പോഴും ഇടാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് ഓഫ് 2 മ്യൂച്വൽ ഫണ്ട് ആൻഡ് മാർക്കറ്റ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റിട്ടേൺ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബീറ്റ പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ദി റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 5%. കാൽക്കുലേറ്റ് ഡിഫറെൻറ്റ് റിട്ടേൺ ഫോർ ദി two funds. Calculate sensitive measure for gold and using FAM's framework of performance. അപ്പോൾ ഇതാണ് SCQ എന്നുള്ളൊരു ചോദ്യം ആദ്യത്തെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് YTM കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൻസിക് വാല്യൂ പിന്നെ YTM കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. കംഫർട്ടബിൾ ആയുള്ളൊരു ചോദ്യം തന്നെയാണ്, നോ പ്രോബ്ലം. ബട്ട് ഈ ഒരു ചോദ്യം സാധാരണ 3 വെയിറ്റേജിൻ്റെലാണ് വരാറ്. പിന്നെ തിയറി വന്നിട്ടുണ്ട്. പോർട്ട്ഫോളിയോ വാല്യുവേഷൻ പ്രൊവൈഡ്സ് എ ഫീഡ്ബാക്ക് മെക്കാനിസം ഫോർ ഇംപ്രൂവിങ് ദി എൻറ്റയർ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്. എക്സ്പ്ലെയിൻ ദറ്റ് ബോണ്ട് പ്രൈസസ് വാരി ഇൻവേഴ്സ്ലി വിത്ത് ചേഞ്ച് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് എസ്. അപ്പോൾ ഒരു മീഡിയം റേഞ്ച് പേപ്പർ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിന് അങ്ങനെയാണ്, വല്ലാണ്ടൊരു ഈസി പേപ്പറിലേക്ക് സാധാരണ പോകാറില്ല. കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, എന്തായാലും പാസ്സാകും, ഒരു ആവറേജ് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ എക്സാം ഫിനിഷ് ചെയ്തു. സോ ഇനി നമുക്ക് 4th സെമിസ്റ്ററിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 4th സെമിസ്റ്ററിൻ്റെ എക്സാം മാർച്ച് മാസം അവസാനമൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങളാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള 3 പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മളിതാ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ് കേട്ടോ. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടുമുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.